ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കഥാനായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ മാധവനാണ്. അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ്. ഒരുപാട് സ്ഥലത്ത് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ജു വാര്യർ എവിടെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം മഞ്ജു വാര്യരെ വിളിച്ചിട്ടില്ല. അതായത് മഞ്ജു വാര്യരെ വേണ്ട, ആർക്കും വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മഞ്ജു വാര്യരെ വിളിച്ചിട്ട് ദിലീപ് പണങ്ങിപ്പോയാലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം മഞ്ജു വാര്യരെ വിളിക്കാതിരുന്നത്. ഏതായാലും മഞ്ജു വാര്യരെ വിളിക്കണ്ട, പോട്ടെ. എന്നാലും കാവ്യ മാധവൻ ഇവിടെ എന്തുകൊണ്ടാണ് കാവ്യ മാധവൻ ഒരു ദിവസം ആ ഒരു വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടതല്ലാതെ പിന്നീട് കാവ്യ മാധവനെ നമ്മൾ ആരും ഈ കല്യാണത്തിൽ കണ്ടിട്ടില്ല? അതിൻ്റെ രഹസ്യം എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വീടുമായിട്ട് ഇത്രത്തോളം ബന്ധമുള്ള കാവ്യ മാധവൻ, അതായത് തൻ്റെ മൂത്ത മകളാണ് കാവ്യ മാധവൻ, തനിക്ക് 5 മക്കളാണ് കാവ്യ മാധവൻ അടക്കം എന്ന് സുരേഷ് ഗോപി എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ കാവ്യ മാധവൻ പണ്ടൊന്നും റൂം എടുക്കില്ലായിരുന്നു, നേരെ സുരേഷ് ഗോപിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ രാധികയും അതുപോലെ തന്നെ 4 മക്കളുടെ കൂടെ കാവ്യ മാധവനും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കുമായിരുന്നു. ഇതായിരുന്നു അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ആ കാവ്യ മാധവൻ എന്താ പറയേണ്ടത്, എല്ലാ റിസപ്ഷനിലും പങ്കെടുക്കേണ്ട കാവ്യ മാധവൻ ഒരു സ്ഥലത്ത് പോലും നമ്മൾ കാണുന്നില്ല. അതാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്? അതിന് നമ്മൾ കുറച്ചു കാലം പുറകിലോട്ട് പോകണം. അതായത് നിശാൽ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കാവ്യ മാധവനെ കല്യാണം കഴിച്ച കഥയറിയണം. സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധുക്കളാണ് നിശാൽ ചന്ദ്രയും കുടുംബവും. അങ്ങനെ നിശാൽ ചന്ദ്രയ്ക്ക് കല്യാണം കഴിക്കാൻ പ്രായമായപ്പോൾ സുരേഷ് ഗോപിയുടെ അനുജനാണ് പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുട്ടിയില്ലേ, ആരീ കാവ്യ മാധവൻ, അവളെ കല്യാണം കഴിക്കാലോ എന്ന് സുരേഷ് ഗോപിയുടെ അനുജൻ്റെ കെയർ ഓഫിൽ അങ്ങനെ വരികയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വിദ്യാഭ്യാസം ഒന്നും പ്രശ്നമല്ല, ഏതായാലും ആളറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ, അതൊക്കെ വിചാരിച്ചു. പിന്നെ അതുമാത്രമല്ല, നമ്മളിപ്പോൾ കാണുന്ന കുട്ടിയിലെ നല്ല സ്വഭാവം, പിന്നെ എന്നാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സുരേഷ് ഗോപിയും ഇവരെല്ലാം കൂടി മുൻകൈ എടുത്തിട്ടാണ് നിശാൽ ചന്ദ്രയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. നിശാൽ ചന്ദ്രയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് ഭയങ്കര ഉന്നതിയിലുള്ളതാണ്. അദ്ദേഹം തന്നെ കുവൈത്തിലെ ഒരു ഗൾഫിലൊരു ബാങ്കിൻ്റെ വലിയ മാനേജർ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ കാവ്യ മാധവനൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന കാശ് അദ്ദേഹം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അത്രത്തോളം ശമ്പളമുള്ള ഒരു വലിയൊരു പോസ്റ്റാണ് അദ്ദേഹത്തിന് ഗൾഫിൽ. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അതുപോലെ സഹോദരന്മാരും എല്ലാവരും ജോലിക്കാരാണ്, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. പക്ഷേ കാവ്യ മാധവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. അതായത് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്തു എന്നല്ലാതെ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല. ചില ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ തപ്പിത്തടയുന്ന കാവ്യ മാധവനെ നമ്മൾ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും ഭയങ്കര ആർഭാടമായിട്ട് കല്യാണം നടത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സാമ്പത്തികം കാവ്യ മാധവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മെറിഡിയനിലായിരുന്നു പാർട്ടിയൊക്കെ. മിന്നുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു, മൂകാംബികയിൽ. അവിടെ നിന്നും മാംഗ്ലൂർ വന്നിട്ട് അവിടെ ഫ്ലൈറ്റിലായിരുന്നു അവരൊക്കെ കൊച്ചിയിൽ വന്നത്. അങ്ങനെ ആർഭാടപരമായിട്ട് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കല്യാണമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ കല്യാണത്തോട് കൂടിയിട്ട് കാവ്യ മാധവൻ്റെ വീട്ടുകാരുടെ സാമ്പത്തിക അടിത്തറ വരെ ഇളകിപ്പോയിരുന്നു എന്നുള്ളതാണ്. അതായത് അത്രത്തോളം പാർട്ടിയായിരുന്നു എല്ലാവരുടെയും. ഒരാഴ്ചയൊക്കെ ലാൽ ജോസൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ അവതരിപ്പിച്ചിരുന്നു, ഒരാഴ്ച ലാൽ ജോസിൻ്റെ നേതൃത്വത്തിൽ, ലാൽ ജോസും ടീമൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും അപ്പോഴൊന്നും ഈ ഗോസിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ കാവ്യ മാധവനെ കല്യാണം അങ്ങനെ ഇതൊന്നുമില്ല. മഞ്ജു വാര്യരൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഈ കല്യാണത്തിന് പങ്കെടുത്തത് എന്നുള്ളതാണ്. അവരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അവർക്കൊക്കെ ആ ഒരു സമയത്ത്. മഞ്ജു വാര്യർക്ക് മനസ്സിലുമുണ്ടാവും, രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ ഇവളെ മോഹം കാണണ്ടല്ലോ, കാരണം എന്താ വെച്ചാൽ ഇനി ദിലീപ് ഏട്ടൻ്റെ കൂടെ ഇവളെ മോഹം കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ആശീർവദിച്ചു. നമ്മുടെ കാവ്യ മാധവനെ, നമ്മുടെ കേരളത്തിൻ്റെ കാവ്യ മാധവനെ നമ്മളെല്ലാം ആശീർവദിച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. 1 മാസം 2 മാസം കഴിയുമ്പോഴല്ലേ പത്രങ്ങളിൽ കാവ്യ മാധവനും നിശാൽ ചന്ദ്രയും അടിച്ച് പിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ട് നമ്മളെല്ലാവരും ഞെട്ടി എന്നുള്ളതാണ്. നമ്മളെക്കാട്ടിയും കൂടുതൽ ഞെട്ടിയത് ഒരുപക്ഷെ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളുമായിരിക്കും. കാരണം അവരാണല്ലോ ഈ മുൻകൈ എടുത്ത് നടത്തിയത്. അങ്ങനെ
അത് കഴിഞ്ഞ് നിഷാൽ ചന്ദ്രയ്ക്കെതിരെ ഭയങ്കരമായ ആരോപണങ്ങൾ, അദ്ദേഹം ശരിയല്ല, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം ചെറുപ്പക്കാരനെ, അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നീട് വന്ന് പറഞ്ഞ കഥയായി ഇതൊക്കെ. അന്നൊക്കെ നമ്മൾ നിഷാൽ ചന്ദ്ര നീ ഇത്രയും ക്രൂരനാണോടാ എന്ന് വരെ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ വന്നിട്ട് ഒരുപാട് സങ്കടം ഒരു ചാനലിലൂടെ പറഞ്ഞപ്പോഴേ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ചെറുപ്പക്കാരൻ എത്ര നല്ലവനായിരുന്നു എന്ന്. അങ്ങനെ നിഷാൽ ചന്ദ്രയുമായിട്ടുള്ള വിവാഹമോചനം കഴിയുന്നു. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവരുടെ ദാമ്പത്യ ജീവിതം ചുരുങ്ങിയ കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ എന്താ പറയുക, ഇവിടെ എന്തെല്ലോ പൊട്ടിത്തെറിയുണ്ടായി. ചില ആൾക്കാർ പറയുന്നുണ്ട് ദിലീപാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതാണൊന്നും നമുക്കറിയില്ല. ഇനി ദിലീപാണ് കാരണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വിവാഹബന്ധമൊക്കെ ഇങ്ങനെ മുറിച്ചാടിയിട്ട് വരാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. എന്തൊക്കെയായാലും അവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കാവ്യ മാധവൻ ഇവിടെ വീട്ടിലേക്ക് വന്നു. ഇവിടെ നിന്നും ഡിവോഴ്സ് വാങ്ങിച്ചു. ഡിവോഴ്സ് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ കല്യാണം കഴിച്ചു. നമ്മുടെ ദിലീപിനെ കല്യാണം കഴിച്ചു. ദിലീപിനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ടാണ് കാവ്യ മാധവന് ശരിക്കും കഷ്ടകാലം ആരംഭിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു പക്ഷേ നിഷാൽ ചന്ദ്രനെ ഒഴിവാക്കിയിട്ട് കല്യാണം കഴിക്കാതെ മര്യാദയ്ക്ക് സിനിമയിൽ നിന്നതാണെങ്കിൽ നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും തേടി വരാനുണ്ടായിരുന്നു. അതാണ് ആ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ എന്ന് വിചാരിച്ച കുടുംബജീവിതം പ്രശ്നമാണെന്നല്ല കേട്ടോ. അവരുടെ കുടുംബജീവിതം ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത്. ഒരു മകളുമുണ്ട്. വളരെയധികം സന്തോഷകരമാണ് അവരുടെ ജീവിതം. പക്ഷേ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് അവരുടെ ആ ഒരു അതുവരെയുള്ള സ്നേഹം, ജനങ്ങൾ കൊടുത്ത സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു ബഹുമാനം, അതുവരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദിലീപിനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് ദിലീപിന് തന്നെ ഒരു കേസും കാര്യങ്ങളും വഴക്കും ഇതും ഉണ്ടായി, പ്രശ്നങ്ങളായി, ദിലീപ് ജയിലിലായി. അങ്ങനെ കാവ്യ മാധവൻ്റെ വീട്ടുകാരെ തന്നെ എല്ലാവരും ഒരു പരിഹാസ്യ കഥാപാത്രമാക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി. കാരണം വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്, എൻ്റെ മാധവായിട്ട് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ഈ പെണ്ണിനെ അതിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ? നമ്മളെ നാട്ടിൽ എത്ര നല്ല ചെറുപ്പക്കാരുണ്ട്, രണ്ടാം ഘട്ടമായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന തരത്തിൽ വരെ ഇവരോടെല്ലാം പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വളരെയധികം ഇവരൊക്കെ വിഷമിച്ചു. പക്ഷെ നിഷാൽ ചന്ദ്രയുടെ ജീവിതത്തിലേക്ക് പുതിയ ആൾ കയറി വന്നു. അതായത് നല്ല ജോലിക്കാരിയാണ്, വിദ്യാഭ്യാസമുള്ളവളാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷകരമായിട്ട് പിന്നെ ജീവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവർക്ക് ഇപ്പോഴും നിഷാൽ ചന്ദ്ര ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ കല്യാണത്തിന് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് കാവ്യ മാധവനൊരു പേടിയുണ്ട്. പിന്നെ നിഷാൽ ചന്ദ്രയാണെങ്കിൽ ചിലപ്പോൾ ഈ പുതിയ ഭാര്യേനെയും കൂട്ടിയിട്ടൊരു നടത്തമുണ്ടാവും. ഈ പുതിയ ഭാര്യ ഒന്ന് വല്ലതും ചോദിക്കും ചിലപ്പോൾ കാവ്യ മാധവനോട്. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഇവർ ബന്ധുക്കളാണ് മൊത്തത്തിൽ. കാവ്യ മാധവൻ അറിയാത്തത് ആടെ ആരുമില്ല. എല്ലാം കാവ്യ മാധവൻ്റെ കല്യാണത്തിന് കൂടിയ ബന്ധുക്കളാണ് മൊത്തത്തിൽ. അപ്പം ഇവരൊക്കെ ചോദിക്കൂലേ? ഇവരൊക്കെ ചോദിക്കും ചിലപ്പോൾ എന്തെങ്കിലും. അങ്ങനെ ഒരു ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കാവ്യ മാധവന നമ്മൾ അധിക സ്ഥലത്തൊന്നും കാണാത്തത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വരുമായിരുന്നു. ഇല്ലെങ്കിൽ കാവ്യ മാധവൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവില്ലേ? സ്വന്തം അനിയത്തിൻ്റെ കല്യാണമല്ലേ, എങ്ങനെ മാറിയിരിക്കാൻ കഴിയും? പക്ഷെ ഈ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ ഇറങ്ങാൻ കഴിയുന്നില്ല. ഒരു മടിയുണ്ട്, ഒരു ചളുപ്പുണ്ടാവൂലേ? പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നല്ല രീതിയില്ല. ഇപ്പോൾ ദിലീപിന് വലിയ കേസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കാവ്യ മാധവന് നല്ല വിലയായിരിക്കും. പക്ഷേ ഈ കേസും അതുപോലെ ഈ രണ്ടാം ഘട്ടം പിന്നെ മഞ്ജു വാര്യരോടുള്ള ഓവർ സ്നേഹം ജനങ്ങൾക്ക്, അതുള്ളിടത്തോളം കാലം കാവ്യ മാധവന് ആ സ്നേഹം കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.